ഈ കാണുന്ന പോലെ 3D ടെക്സ്റ്റ് റൊട്ടേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. അതിനായി ആദ്യം നമ്മൾ ടെക്സ്റ്റ് റെഡിയാക്കി വെച്ച ശേഷം ഇതേപോലെ എലിപ്സ് ടൂൾ, മാസ്കിംഗ് ആയിട്ടുള്ള എലിപ്സ് ടൂൾ എടുക്കുക. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് മാസ്ക് ചെയ്യുക, ആ ടെക്സ്റ്റ് ഒന്ന് മാസ്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് താഴെ പാത്ത് ഓപ്ഷൻസ് പോയിട്ട് നൺ മാറ്റിയിട്ട് മാസ്ക് വണ്ണാക്കുക. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ഇതേപോലെ വരും. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ തന്നെ പാത്തിന് തൊട്ട് താഴെ തന്നെ ഫസ്റ്റ് മാർജിൻ ഓൾട്ട് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്ക് എക്സ്പ്രഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ ടൈം *-200 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ടെക്സ്റ്റ് ഇങ്ങനെ വന്നു. അതിനുശേഷം ഈ ലെയർ 3D ലെയർ ആക്കുക. എന്നിട്ട് ആനിമേറ്റ് പോയിട്ട് എനേബിൾ പെർ ക്യാരക്ടർ 3D എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്യുക. അതിനുശേഷം ഒന്നും ആനിമേഷനിൽ വീണ്ടും വരിക, റൊട്ടേഷൻ കൊടുക്കുക. റൊട്ടേഷൻ വാല്യൂ അറൗണ്ട് 90 കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ലെയർ സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ R പ്രസ് ചെയ്താൽ ട്രാൻസ്ഫോമിൻ്റെ ഓപ്ഷൻ വരും. അതിൽ എക്സ് റൊട്ടേഷൻ മാറ്റിയിട്ട് -75 കൊടുക്കുക. അപ്പോൾ ടെക്സ്റ്റ് ഇതേപോലെ വന്നു. ഇതിനുശേഷം ആ ലെയർ വീണ്ടും സെലക്ട് ചെയ്തിട്ട് എഫക്ട്സ് ടൈം പോയിട്ട് എക്കോ ഓപ്ഷൻ ടിക്ക് ചെയ്യുക. അപ്പം എക്കോ ഇവിടെ കുറേ ഓപ്ഷൻസ് സൈഡിൽ വന്നിട്ടുണ്ട്. അതിൽ നമ്പർ ഓഫ് എക്കോസ് 2 ആക്കുക. ശേഷം മുകളിലെ എക്കോ ടൈം ഒന്ന് ഡ്രാഗ് ചെയ്ത് സെറ്റ് ചെയ്യുക. ഇത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ.